ലോകം വീണ്ടും ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധവും മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങളും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണി ഉയർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള റഷ്യയും രഹസ്യമായി ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന ഇസ്രയേലും ഇതിന്റെ ഭാഗമാണ്. ഈ രാജ്യങ്ങൾ കൂടാതെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ എന്നീ 7 രാജ്യങ്ങൾക്കും അണുവായുധങ്ങളുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഈ 9 രാജ്യങ്ങളും 2024 തങ്ങളുടെ അണുആയുധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും പുതിയവ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ്. രാജ്യങ്ങളുടെ കൈവശമുള്ള അണുബോംബുകൾ 2025 ജനുവരിയിലെ SIPRI റിപ്പോർട്ട് അനുസരിച്ച് ഈ രാജ്യങ്ങളുടെ കൈവശം ഏകദേശം 12,241 അണുബോംബുകളുണ്ട്. ഇതിൽ 9,614 എണ്ണം സൈന്യം ഉപയോഗിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഏകദേശം 3,912 അണുബോംബുകൾ മിസൈലുകളിലും വിമാനങ്ങളിലും ഘടിപ്പിച്ച് പെട്ടെന്ന് ഉപയോഗിക്കാൻ പാകത്തിലാക്കിയിട്ടുണ്ട്. റഷ്യയും അമേരിക്കയുമാണ് ഏറ്റവും കൂടുതൽ അണുബോംബുകൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ചൈനയും കുറച്ച് അണുബോംബുകൾ ഇങ്ങനെ സജ്ജമാക്കിയിട്ടുണ്ടാകാമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഏകദേശം 2,100 അണുബോംബുകൾ എപ്പോൾ വേണമെങ്കിലും തൊടുക്കാൻ പാകത്തിൽ മിസൈലുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ശീതയുദ്ധം കഴിഞ്ഞപ്പോൾ റഷ്യയും അമേരിക്കയും ധാരാളം അണുവായുധങ്ങൾ നശിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കാലം കഴിഞ്ഞു. പുതിയതും കൂടുതൽ അപകടകാരികളുമായ അണുവായുധങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ലോകരാജ്യങ്ങൾ. അണുവായുധങ്ങൾ കുറച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ അണുവായുധങ്ങൾ ഉണ്ടാക്കുകയും ഭീഷണി സംസാരങ്ങൾ കൂടുകയും പഴയ കരാറുകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത് എന്നാണ് SIPRIയിലെ വിദഗ്ധനായ ഹാൻസ് എം ക്രിസ്റ്റൻസൻ പറയുന്നത്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള അണുവായുധ നിയന്ത്രണ കരാർ 2026 തീരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പുതുക്കാൻ സാധ്യത കുറവാണ്. ചൈനയുടെ വളർച്ച. ചൈന അതിവേഗം അണുവായുധങ്ങൾ നിർമ്മിക്കുകയാണ്. ഇത് അമേരിക്കയെയും കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ചൈനയുടെ കൈവശം ഇപ്പോൾ 600 അണുബോംബുകൾ ഉണ്ടെന്നാണ് കണക്ക്. 2035 ആകുമ്പോഴേക്കും ഇത് 1500 വരെ ആയേക്കാം. മറ്റ് രാജ്യങ്ങളുടെ നീക്കങ്ങൾ. റഷ്യ യുക്രൈൻ യുദ്ധം കാരണം ബ്രിട്ടനും ഫ്രാൻസും കൂടുതൽ അണുവായുധങ്ങൾ വേണമെന്ന് പറയുന്നു. ഇന്ത്യയുടെ കൈവശം 180 അണുബോംബുകളുണ്ട്. പാകിസ്ഥാനും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും സഹായത്തോടെ അണുവായുധങ്ങൾ നവീകരിക്കുന്നു. ഉത്തര കൊറിയ അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള മിസൈലുകളും അണുബോംബുകളും ഉണ്ടാക്കുന്നു. ഇസ്രയേലിന്റെ കൈവശം 90 അണുബോംബുകൾ ഉണ്ടെന്നാണ് കരുതുന്നത്. വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സൈനിക കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളും തെറ്റായ വാർത്തകളും കാരണം ഒരു സാധാരണ യുദ്ധം പോലും അണുവായുധ യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട്. അണുവായുധങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ നോക്കുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പാണ് എന്നാണ് SIPRIയിലെ മറ്റൊരു വിദഗ്ധനായ മാറ്റ് കോർഡ പറയുന്നത്. ലോകം വീണ്ടും ഒരു അണുവായുധ മത്സരത്തിലേക്ക് പോവുകയാണോ? അതെ എന്നാണ് സൂചനകൾ. ഇത് ലോക സമാധാനത്തിന് വലിയ ഭീഷണിയാണ്. ഈ അപകടം ഒഴിവാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.